സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കും. ഇവിടെ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യണം, സംസാരിക്കണം, ടൈപ്പ് ചെയ്യണം, ആൻസേഴ്സ് തരണം. ബിക്കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. എത്ര പേർക്ക് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വളരെ ഈസിയാണ്? സംടൈംസ്. ഓക്കെ. വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് ചിന്തിക്കുന്നത് എത്ര പേരുണ്ട്? ആരുമില്ല, എല്ലാവർക്കും ഈസി ആണോ? ബിക്കോസ് കുഴപ്പമില്ല. ഓക്കെ, ബിക്കോസ് ഈ ഒരു ഏരിയയുടെ സ്പെഷ്യാലിറ്റി ആണ്. ചില സ്റ്റുഡൻസിന് വളരെ സിമ്പിൾ ആയിരിക്കും, ചില സ്റ്റുഡൻസിന് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ രണ്ടിന്റെയും ഇടയിലൂടെ രണ്ട് കൂട്ടർക്കും മനസ്സിലാവാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷനിൽ നിന്ന്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഒരുമിച്ച് ചെയ്തു പോവുക, നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാം, ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ആ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദർ വിൽ ബി എ ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. ആ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടും ടെക്സ്റ്റും ഒക്കെ നിങ്ങൾ ഒരു മെറ്റീരിയൽ ഒക്കെ, ഒരു പീസ് ഓഫ് പേപ്പറോ ഒരു പെന്നോ ഒക്കെ തയ്യാറാക്കി വെച്ചേക്കാം. So let's start. Let me move on to the first question. Okay. Can you see this? കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ? Okay. Study the following table and answer the questions. And ഒരു ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം മെമ്മറിയിൽ എപ്പോഴും കിട്ടിച്ചേക്കാം. ഒരു കാരണവശാലും ഈ ഒരു പോയിന്റ് ക്വിറ്റ് ചെയ്യരുത്. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്, മറന്നേക്കരുത്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഒരു തവണ വായിച്ച് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് ഒന്നും കൂടി വായിച്ചു നോക്കിക്കോളാം. ബിക്കോസ് കഴിഞ്ഞ 2019 എഴുതിയ ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വന്നതാണ്. അവിടെ പെർസെന്റേജ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നു, അത് നോട്ട് ചെയ്യാതെ പോയി. ഓക്കെ, സോ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം താഴത്തെ ടേബിളിലേക്ക് വരിക. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് 100 സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദം ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇൻ ആൻ എക്സാമിനേഷൻ ഇസ് ഗിവൺ. സോ നമുക്ക് തന്നിരിക്കുന്നത് 100 സ്റ്റുഡൻസിന്റെ ഡേറ്റയാണ്. അവരുടെ ഫിസിക്സിലും കെമിസ്ട്രിയിലുമുള്ള മാർക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡേറ്റ. സോ ഫിസിക്സിന്റെ മാർക്ക് തന്നിട്ടുണ്ട്, അതേപോലെ കെമിസ്ട്രിയുടെ മാർക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 50 ആണ്. ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഡ്യൂട്ടി. ദെൻ മാർക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കുക. മാർക്ക് തന്നിരിക്കുന്നത് 40 ആൻഡ് എബോവ് സ്കോർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം, അതേപോലെ 30 ആൻഡ് എബോവ് ഈ നമ്പർ, 20 ആൻഡ് എബോവ് ഈ നമ്പർ, 10 ആൻഡ് എബോവ് ആണെങ്കിൽ ഇത്, 0 ആൻഡ് എബോവ് ആണെങ്കിൽ ടോട്ടൽ 100 സ്റ്റുഡൻസ് അല്ലേ പറഞ്ഞത്, 100 ഇൻഡിവിജ്വൽസ്. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്നു. ഐ വാണ്ട് യുവർ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the difference between number of students passed with 30 as cutoff marks in chemistry and those passed with 30 as cutoff marks in aggregate? അതായത് കെമിസ്ട്രിയിൽ 30 മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ, 30 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ എത്ര പേര് പാസ്സായിട്ടുണ്ട്? അതേപോലെ ആഗ്രഗേറ്റിൽ, ആവറേജ് ആഗ്രഗേറ്റിൽ 30 മാർക്സ് ആണ് കട്ട് ഓഫ് എങ്കിൽ എത്ര പേര് പാസ്സായിട്ടുണ്ട്? അതിന്റെ ഡിഫറൻസ് എത്രയാണ്? സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ 30 മാർക്ക്, റിപ്പീറ്റ്, റൈറ്റ്, എങ്ങനെയാണെന്നും കൂടി പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 30 ആൻഡ് എബോവ്, റൈറ്റ്. 30 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ 30 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എല്ലാവരും പാസ്സായിട്ടുണ്ടാവും. സോ കെമിസ്ട്രിയിൽ 30 മാർക്കിൽ കൂടുതൽ കിട്ടിയ എത്ര പേരുണ്ട്? 21 പേരുണ്ട്. ടോട്ടൽ ആഗ്രഗേറ്റുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ആഗ്രഗേറ്റിൽ 30 മാർക്കിൽ കൂടുതൽ കിട്ടിയ 27 പേരുണ്ട്. ഇതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 27 മൈനസ് 21, you will get 6. Any confusion? എളുപ്പമല്ലേ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ, ഒരു കാൽക്കുലേഷനും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. If at least 60% marks in physics are required for pursuing higher studies in physics, how many students will be eligible to pursue higher studies in physics? ഫിസിക്സിൽ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ 60% മാർക്സ് എങ്കിലും ഉണ്ടാവണം. മിനിമം 60%.
അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഫിസിക്സിൽ ഹയർ എഡ്യൂക്കേഷന് പോകാൻ പറ്റുന്നത് പറയാമോ? ഓക്കെ, സി നമുക്ക് തന്നിരിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 50 ആണ്. 50യുടെ 60% എത്രയാണ് നോക്കുക. 50യുടെ 60%, 100ന്റെ 60% എന്ന് പറഞ്ഞാൽ 60 ആണ്. 50യുടെ 60% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്, 30 ആണ്. ഓക്കെ, കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട, കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഈ 30ക്ക് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഹയർ എഡ്യൂക്കേഷന് പോകാൻ പറ്റൂ. ഇവിടെ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 30 ആൻഡ് എബോവ് സ്കോർ ചെയ്തിരിക്കുന്നത് 32 സ്റ്റുഡൻസ് ആണ്. ഓക്കെ, 30 ആൻഡ് എബോവ് സ്കോർ ചെയ്തിരിക്കുന്നത് 32 സ്റ്റുഡൻസ് ആണ്. സോ ഹയർ എഡ്യൂക്കേഷന് പോകാവുന്നത് 32 സ്റ്റുഡൻസിനാണ്. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തതിലേക്ക് പോയാലോ. 32 പേര് ഇവിടെ ഉണ്ട്. അവർക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പോകും. സിമ്പിൾ ആയതുകൊണ്ട് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗെറ്റിംഗ് at least 60% in chemistry over those getting at least 40% in aggregate is approximately what? Question ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. The percentage of number of students getting at least 60% marks in chemistry. 60% മാർക്ക് കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജ് ഓവർ ദോസ് ഗെറ്റിംഗ് at least 40% marks in aggregate. Aggregate 40% മാർക്സ് സ്കോർ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന്റെ പെർസെൻറ്റേജ്, അറ്റ്ലീസ്റ്റ് 40% സ്കോർ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ പെർസെൻറ്റേജ്, അതിനെ കമ്പയർ ചെയ്തിട്ട് അതിന്റെ once again ഒന്നുകൂടി വായിച്ചേക്കട്ടെ. The percentage of number of students getting at least 60% marks in chemistry over those getting 40% marks in aggregate. അതായത് 60% മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് 40% മാർക്സ് എങ്കിലും കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ കമ്പയർ ചെയ്യേണ്ട രണ്ട് ഡേറ്റയാണ്. ഒന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗെറ്റിംഗ് 60% മാർക്സ് ഇൻ കെമിസ്ട്രി, എത്ര സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്? Number of students getting 60% mark, 21. Then number of students getting 40% marks in aggregate. Aggregate 40% marks കിട്ടിയിട്ടുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട്? aggregate ഏതാ? ഈ കോളം ആണ്, ഈ പറയുന്ന ഒരു റോ ആണ് aggregate വരുന്നത്. ഇതിൽ 40%, 40%, 50ന്റെ 40% എത്രയാ? That will be 20, right? 50ന്റെ 40% 20 ആണ്, പകുതി എടുക്കുക. ഓക്കെ, സോ 73 ആണ്, 73 സ്റ്റുഡൻസിനാണ് ആഗ്രിഗേറ്റിൽ 40%-ൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 21 എന്ന് പറയുന്നത് 73യുടെ എത്ര പെർസെൻറ്റേജ് ആണ്? മനസ്സിലായോ? ഈ 21 എന്ന് പറയുന്നത് മേ ബി 29 ആയിരിക്കും. 21 എന്ന് പറയുന്നത് 73യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ? Can do this, 21 divided by 73 into 100 ചെയ്യാം. ഇതാണ് ഡയറക്റ്റ് വേ. കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ, കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വേയും കൂടി ഞാൻ പറയുന്നു. ഓക്കെ, വലിയ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേ ആണ് ഇനി പറയുന്നത്. നമ്മളുടെ തന്നിരിക്കുന്ന ബേസ് ഏതാ? 73. 73യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 21 എന്ന് അറിയേണ്ടത്. 73യെ സ്പ്ലിറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പെർസെൻറ്റേജുകളാക്കി. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പെർസെൻറ്റേജ് എത്രയാ? 10% ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ്? 10% എന്ന് പറഞ്ഞാൽ 7.3 ആണ്. ഓക്കെ, ദെൻ 50% നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, പകുതി എടുത്താൽ മതി. 1% നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, 2 പോയിന്റ്സ് മാറ്റിയാൽ മതി. ഇതൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പെർസെൻറ്റേജുകളാണ്. ദെൻ ചെക്ക് ചെയ്യുക, 7.3 ആണ്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 21 ആകണം. 7.3യെ 21 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 10% into 3 ചെയ്ത് കഴിഞ്ഞാൽ 30% നമുക്ക് കിട്ടും. 30% എന്ന് പറയുന്നത് 21.9 ആണ്. 7 into 3 21, 9 into 3 9, സോറി 3 into 3 9. ഓക്കെ, 21.9.
ഈ 21.9 എന്ന് പറയുന്നത് 30% ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് 21 അല്ലേ ഉള്ളൂ. 21.9 എന്ന് പറയുന്നത് 30% ആണെങ്കിൽ 30% തൊട്ട് താഴെയായിരിക്കും നമ്പർ. 30% തൊട്ട് താഴെ വരുന്ന നമ്പർ 29. You got it? ഒന്നുകൂടി പറയാം, കേക്ക്. അതായത് ഞാൻ ഈ സ്റ്റേജ് ഒന്നുകൂടി പറയണം, ഈ സ്റ്റെപ്സ്. ബിക്കോസ് വലിയ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് 73%യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 21 എന്നാണ് അറിയേണ്ടത്. 73യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 21. അതിനുവേണ്ടി നമുക്ക് ഈ 73യെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പെർസെൻറ്റേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന 10% ആണ്. സോ ദാറ്റ് വിൽ ബി 7.3. ഓക്കെ, നമുക്ക് ഇവിടെ ഉള്ളത് 21 ആണ്. 7.3 21 ആകണമെങ്കിൽ ഒരു ഡയറക്റ്റ് ലോജിക് ഉപയോഗിക്കുമ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും 10 വെച്ച് ആഡ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ 21 ആകണമെങ്കിൽ ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ് മീൻസ് 10%നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മീൻസ് 30% ആവും. 30% എന്ന് പറയുന്നത് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21.9. 30% എന്ന് പറയുന്നത് 21.9 ആണ്. നമുക്ക് ഇപ്പോൾ അറിയാവുന്നത് 30% 21.9 ആണെങ്കിൽ 21 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30% തൊട്ട് താഴെയായിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, 30% തൊട്ട് താഴെയായിരിക്കും. 30% തൊട്ട് താഴെയുള്ളത് 29 ആണ്. Likewise, we can calculate this. Okay, I hope ആ മെത്തേഡ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of students scoring less than 40% marks in aggregate is. The number of students scoring less than 40% marks in aggregate is. പെട്ടെന്ന് പറഞ്ഞോളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി. (26) പറഞ്ഞപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്ത് പറ്റി? ഇപ്പൊ ശരി. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 100 ആണ് ടോട്ടൽ. 20 മാർക്കാണ് 40% എന്ന് പറഞ്ഞത്. അതായത് 50ന്റെ 40% എന്ന് പറഞ്ഞാൽ 20 മാർക്കാണ്. 20 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത് 73 പേർക്കാണ്. സോ 20 മാർക്കിൽ കുറവ് കിട്ടിയിട്ടുള്ളത് എത്ര പേർക്കായിരിക്കും? 100 മൈനസ് 73. ദാറ്റ് വിൽ ബി 27. ഡൺ, കഴിഞ്ഞു. 27 ആണ് ആൻസർ. ക്ലിയർ? ലെസ് ദാൻ എന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ 73 ആണെങ്കിൽ 20 മാർക്കിൽ കൂടുതൽ കിട്ടിയ 73 പേരുണ്ട്. സോ ടോട്ടൽ 100 പേരുണ്ട്. 73 100ൽ നിന്ന് കുറച്ചാൽ ബാക്കി വരുന്നതാണ് 20 മാർക്കിൽ കുറവ് കിട്ടിയവർ. ഇത്രേ ഉള്ളൂ. So let me move on. I want you to try this one. See question. If it is known that at least 23 students were eligible for a symposium on chemistry. കെമിസ്ട്രിയിലെ സിംപോസിയം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ 23 സ്റ്റുഡൻസ് എങ്കിലും എലിജിബിൾ ആയിരിക്കും എന്ന് നമുക്കറിയാം. Then the minimum qualifying marks in chemistry for eligibility to symposium would lie in the range. തന്നിരിക്കുന്ന റേഞ്ചിൽ എവിടെയായിരിക്കും ആ റേഞ്ച് വരുന്നത്? അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കറിയാം 23 സ്റ്റുഡൻസിനാണ് സിംപോസിയത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഏത് റേഞ്ചിലായിരിക്കും വരിക? Now you will have to think. സിംപോസിയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 23 സ്റ്റുഡൻസിന് യോഗ്യത കിട്ടി. കട്ട് ഓഫ് മാർക്ക് ഏത് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ 23 പേർക്ക് പങ്കെടുക്കാൻ സാധിക്കും? (20 to 30). Okay, any other opinion? എല്ലാവരും 20 to 30 തന്നെയാണ്. എല്ലാവരും 20 to 30 ആണോ? Then it is the right answer. എന്തുകൊണ്ടാ? See,
കെമിസ്ട്രിയുടെ മാർക്സാ പറഞ്ഞത്. യോഗ്യത കിട്ടിയത് 23 സ്റ്റുഡൻസിനാണ്. ഇവിടെ 40-ന് മുകളിലായിരുന്നു കട്ട് ഓഫ് എങ്കിൽ 4 പേർക്ക് മാത്രമേ യോഗ്യത കിട്ടുമായിരുന്നുള്ളൂ. 30-ന് മുകളിലായിരുന്നു കട്ട് ഓഫ് എങ്കിൽ 21 പേർക്ക് മാത്രമേ യോഗ്യത കിട്ടുമായിരുന്നുള്ളൂ. ദെൻ 20-ന് മുകളിൽ കട്ട് ഓഫ് വന്നപ്പോഴാണ് 23 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് യോഗ്യത കിട്ടിയത്. സോ റേഞ്ച് വരുന്നത് 20 മുതൽ 30 വരെ, 30 താഴെയും 20-ന് മുകളിലുമാണ്. സോ 20 to 30 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? നോർമലി ഈ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ ആരും കൺഫ്യൂഷൻ പറയുന്നില്ല, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആർക്കും ഇല്ല. കൺഫ്യൂസ് ചെയ്യുന്നത് സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40 ആൻഡ് എബോവ് എന്നുള്ളത് 21ഓടൊപ്പം ആഡ് ചെയ്ത് നോക്കും ആൾക്കാർ. അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണവശാലില്ല. ബിക്കോസ് 40 എബോവ് എന്ന് പറഞ്ഞാൽ ഈ 40 മാർക്കിന് മുകളിൽ കിട്ടിയ ആൾക്കാർ 30 മാർക്കിന് മുകളിൽ കിട്ടിയ ആൾക്കാരുടെ ഇടയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞില്ലേ. 30 മാർക്കിൽ മുകളിൽ 21 പേരാണെങ്കിൽ ആ 21-ൽ മുകളിൽ പറഞ്ഞ 4 പേരും കൂടി ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. റൈറ്റ് ആൻസർ ഈസ് 20 to 30. വെരി ഗുഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഏതെങ്കിലും ഏരിയയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? 33 പേരോടുമാണ് ചോദ്യം. എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ഡൗട്ട്സ്? Okay, fine. So let's move on to the second question. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് ഇതിരി കോംപ്ലക്സിറ്റി പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേബിൾ തന്നെ ഇത്തിരി കൊണ്ട് കോംപ്ലക്സ് ആയില്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ്, qualified and selected in a competitive examination from 5 states: Delhi, Himachal Pradesh, UP, Punjab, Haryana over the years 1994 to 98 is given. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം. ആ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യപ്പെട്ട സ്റ്റുഡൻസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അതേപോലെ ക്വാളിഫൈ ചെയ്തവരുടെ എണ്ണം തന്നിട്ടുണ്ട്. ദെൻ സെലക്ട് ചെയ്യപ്പെട്ടവരുടെ എണ്ണം തന്നിട്ടുണ്ട്. ഇത് 5 വർഷത്തെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. 5 സ്റ്റേറ്റ്സിന്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ വിച്ച് സ്റ്റേറ്റ് ദി ആവറേജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെലക്ടഡ് ഓവർ ദി ഇയേഴ്സ് ഈസ് മാക്സിമം. അതായത് സെലക്ടഡ് മാത്രം എടുക്കുക. സെലക്ടഡ് ഏത് സ്റ്റേറ്റിലാണ് ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻറ് സെലക്ടഡ് മാക്സിമം വന്നിട്ടുള്ളത്? ഓക്കെ, ആവറേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആവറേജിന് ഇവിടെ എന്തെങ്കിലും റൂൾ ഉണ്ടോ? ഒന്ന് ചിന്തിച്ചിട്ട് പറയും. How many years is there? 5 years ആണുള്ളത്. 5 years. ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സെലക്ഷന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, റൈറ്റ്? ഈ ടോട്ടൽ ഡിവൈഡ് ബൈ 5. എല്ലാ പ്രാവശ്യവും 5 തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ വർഷവും 5 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരേ രീതി ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെറുതെ നേരം കളയണ്ട. ടോട്ടൽ എടുക്കുക. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏതാണോ അതാണ് നിങ്ങളുടെ ആൻസർ. സോ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏതാണ്? എല്ലാ 5 സ്റ്റേറ്റുകളും നോക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. നമ്മുടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റുകളുടെ ടോട്ടൽ ചെയ്യുക. ആ 4 സ്റ്റേറ്റുകളുടെ ടോട്ടലിൽ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ സെലക്ഷൻ വന്നിരിക്കുന്നത് നോക്കുക. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഒന്ന് വേഗം ടോട്ടൽ ചെയ്ത് പറഞ്ഞ്. ഡൽഹി എത്രയാണ്? ഗിവ് മീ 1 second. Okay, you got it?
ഡൽഹിയുടെ ടോട്ടൽ എന്ന് പറയാമോ? ടോട്ടൽ സെലക്റ്റഡ് ജസ്റ്റ് ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. $384. Okay, 384. HP-യുടെയോ? ഹിമാചൽ പ്രദേശ് ആഡ് ചെയ്യുക 378. ഡൽഹിയുടെ 384. ആൻസർ അല്ലേ? ആൻസർ. ഓക്കെ ഓക്കെ, ആൻസറിലേക്ക് വരാം. അതിന് മുമ്പ് UP-യുടെ എത്രയാണ് ടോട്ടൽ കിട്ടിയത്? 361. Okay, fine. 361. And last പഞ്ചാബിന്റെ ടോട്ടൽ 364. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. 364. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏതാണോ അതാണ് നമ്മളുടെ ആൻസർ. നോർമലി ഡൽഹിയാണ് വരേണ്ടത്. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന മെത്തേഡുകൾ ഒന്ന് നോക്കി നിങ്ങൾ. ഫോർ വിച്ച് സ്റ്റേറ്റ് ആവറേജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെലക്ടഡ് ഓവർ ദി ഇയേഴ്സ് ഈസ് മാക്സിമം. ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആവറേജ് കണ്ടുപിടിച്ചാൽ എന്താ സംഭവിക്കുക? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെയും വീണ്ടും 5 കൊണ്ട്, ഇതിനെയും 5 കൊണ്ട്, എല്ലാത്തിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു അതല്ലേ കിട്ടുക. സോ ഏറ്റവും കൂടുതലായിരുന്നത് 384 ആണ്. ഇവിടെ ആയിരിക്കും കൂടുതൽ വരുന്നത്. സോ വിതൗട്ട് ഡിവൈഡിങ് ഓർ വിതൗട്ട് ആൻ അഡീഷണൽ കാൽക്കുലേഷൻ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ പറയാം ഡൽഹിയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ലെറ്റ് മി മൂവ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The percentage of candidates qualified from Punjab over those appeared from Punjab is highest in the year. Percentage of candidates qualified from Punjab over those appeared from Punjab is highest in the year. So പഞ്ചാബ് മാത്രം എടുക്കൂ. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ കോളം, പഞ്ചാബിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ കോളം, ദെൻ അപ്പിയർഡിന്റെ കോളം. ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫൈഡ് വിത്ത് അപ്പിയർഡ്, അതിന്റെ പെർസെൻറ്റേജ് എടുക്കുക. അത് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഏത് ഇയറിലാണെന്ന് കണ്ടുപിടിക്കണം. സോ അവിടെ എല്ലാ ഇയേഴ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് മാത്രം ചെയ്യുക. 97, 98, 99 ആൻഡ് 2000. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നേരത്തെ ഞാൻ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കും. വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് അത് തന്നെയാണ്. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ലെറ്റ് മീ ഡു ഇറ്റ്. 8200ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 680 എന്ന് നമുക്കറിയണം. ഓക്കെ, രണ്ടാമതായിട്ട് 6800ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 600 എന്നറിയണം. മൂന്നാമതായി 6500ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 525 എന്ന് നമ്മൾ നോക്കണം. നാലാമതായിട്ട് 2000 ഇയറും കൂടി വേണം, ഡേറ്റയും കൂടി വേണം. 7800ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 720. ഓക്കെ, ഈ 4 എണ്ണത്തിലെ ഏറ്റവും വലുത് അല്ലെ, ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഏതിനാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹയസ്റ്റ് അറിയാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാട്ടോ, അതിനെപ്പറ്റി വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 680 ഡിവൈഡ് ബൈ 8200 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും വലുതെന്ന് അറിയാൻ പറ്റും. കാൽക്കുലേറ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടുത്തെ ആ ഡിഫിക്കൽറ്റി ഒന്ന് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് കുറയ്ക്കാൻ വേണ്ടി സോ ലെറ്റ് മി ടേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് 10% നമുക്കൊന്ന് ആദ്യം എടുത്ത് നോക്കിയാലോ. 10%. 8200ന്റെ 6800, 6500, 7800 എല്ലാത്തിന്റെയും 10% ഞാൻ ആദ്യം എടുക്കുന്നു. 10% എന്ന് പറയുമ്പോൾ 8200ൽ നിന്ന് ഒരു 0 പോയാൽ പോരെ. 820. 6800, 680. Then 6500ന്റെ 650. 7800ന്റെ 780. ഇതാണ് 10%. അപ്പോൾ എല്ലാ ഫിഗേഴ്സും 10% താഴെയാണല്ലോ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എല്ലാ ഫിഗേഴ്സും 10% താഴെയാണ്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെയാണ് എത്തിക്കേണ്ടത് 680ൽ, പക്ഷെ നമുക്ക് കിട്ടിയത് 820 ആണ്. ഇവിടെ 600ലാണ് എത്തിക്കേണ്ടത്, 680 ആണ് നമുക്ക് കിട്ടിയത്. ദെൻ 525 ആണ്, 650 ആണ് കിട്ടിയത്. 720, 780 ആണ്. ഓക്കെ, സോ
ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ 10% താഴെയാണെന്നുള്ളൊരു ഫാക്ട് നമുക്ക് മനസ്സിലായി. 10% എത്ര താഴെയാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 10% എത്ര താഴെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും പോകാം. ലൈക്ക് യു ക്യാൻ ഡിഡക്ട് 1%. കാൽക്കുലേറ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? 1%. എങ്ങനെയാണ് 1% കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 82. ഓക്കെ, ഇവിടെ 68, ഇവിടെ 65, ഇവിടെ 78. ഇത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടും? ഇത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 9% ആണ്. ഓക്കെ, 9% എന്ന് പറയുന്നത് 820 നിന്നും 82 പോയി കഴിഞ്ഞാൽ 738, റൈറ്റ്? 738 ആയിരിക്കും. Then 680 നിന്നും 68 പോയി കഴിഞ്ഞാൽ that will be 612. ഇവിടെ 650 നിന്നും 65 പോയി കഴിഞ്ഞാൽ 500 and is it 575? Okay, then 780 നിന്നും 78 പോയി കഴിഞ്ഞാൽ that will be 702. Now tell me, ഏതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ്? ഇതുവരെ ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതുണ്ടോ? രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഈ രണ്ട് സ്റ്റെപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയല്ല, ഇപ്പൊ പറഞ്ഞ ആൻസർ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ആ ലോജിക്കിലേക്ക് ഒന്ന് വന്നേ. ഞാൻ ഒന്നുകൂടി പറയുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദി പെർസെൻറ്റേജ് ഓഫ് കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ഫ്രം പഞ്ചാബ് ഓവർ ദോസ് അപ്പിയർഡ് ഫ്രം പഞ്ചാബ് ഈസ് ഹൈയസ്റ്റ് ഇൻ ദി ഇയർ. ഏറ്റവും ഹൈയസ്റ്റ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഏതിനാണെന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. 9%. ഫസ്റ്റ് കേസിൽ 9% നമ്മൾ കണ്ടുപിടിച്ചു. ഈ 9% എന്ന് പറയുന്നത് 738 ആണ്. 738നേക്കാൾ കുറവല്ലേ 680? ഓക്കെ, 738നേക്കാൾ കുറവാണ് 680. സോ ലെറ്റ്സ് ഹോൾഡ് ഇറ്റ്, അവിടെ തൽക്കാലത്തേക്ക് വെച്ചേക്കാം. അതേപോലെ 612 ആണ് 9%, അതിനേക്കാളും കുറവാണ് 600. മൂന്നാമത്തെ കേസിൽ 575 ആണ് 9%, അതിനേക്കാളും കുറവാണ് ഇത്. പക്ഷേ നാലാമത്തെ കേസിൽ 702 ആണ് 9%. 9% 702 ആണ്, അതിലും കൂടുതലാണ് 720. അതായത് ഈ 720 എന്ന് പറയുന്നത് is more than 9%. ക്ലിയർ? ബാക്കിയുള്ള എല്ലാ ഡേറ്റയും ഇവിടെ 9%-ൽ താഴെയാണ്, ലെസ് ദാൻ 9%. ഇവിടെയും ലെസ് ദാൻ 9%, ഇവിടെയും ലെസ് ദാൻ 9%. പക്ഷേ ഈ ഒരു ഡേറ്റ മാത്രം 9%-നേക്കാൾ കൂടുതലാണ്. ഈ 7800-ന്റെ 800 പേര് അപ്പിയർ ചെയ്തതിൽ 720 പേര് സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അത് 9%-ൽ കൂടുതലാണ്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും 9%-ൽ താഴെയായിരുന്നു. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, 7800-ഉം 720-ഉം. Is it clear? ഒന്നുകൂടി ഒന്ന് നോക്കിയേക്കുക എല്ലാവരും. ചെയ്ത മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആണോ നോക്ക്. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഫൈൻ. സോ ലെറ്റ് മീ ഡു. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത്. അതർവൈസ് 1 മിനിറ്റ് താഴെ കൊണ്ട് നമുക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിലും അധികം ടൈം ഒന്നും എടുക്കില്ല. ബിക്കോസ് പെർസെൻറ്റേജുകളെല്ലാം നമുക്ക് ഈസി ആയിട്ടുള്ള പെർസെൻറ്റേജുകളായിട്ടാണ് മാറ്റുന്നത്. അതുവഴി പെട്ടെന്ന് കാൽക്കുലേഷൻ നടക്കും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സോ ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. In the year 1997, which state had the lowest percentage of candidates selected over candidates appeared? 1997 മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1997-ൽ which state had the lowest percentage of candidates selected
ഓവർ കാൻഡിഡേറ്റ്സ് അപ്പിയർഡ്. കാൻഡിഡേറ്റ്സ് അപ്പിയർഡും സെലക്റ്റഡും. സോ അപ്പിയർഡും സെലക്റ്റഡും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പിയർഡ് ആൻഡ് സെലക്റ്റഡ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഹയസ്റ്റ് അല്ല, ലോവസ്റ്റ് ആണ് അറിയേണ്ടത്. വിച്ച് സ്റ്റേറ്റ് ഹാഡ് ദി ലോവസ്റ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെലക്റ്റഡ്. ഇതിൽ ഒഴിവാക്കാവുന്ന സ്റ്റേറ്റ് ഏതാ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡൽഹി വേണം, HP വേണം, ദെൻ UP വേണം, പഞ്ചാബ്. ഹരിയാന വേണ്ട. ഹരിയാന വേണ്ട. ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സി എന്തൊക്കെ നമുക്ക് നോക്കേണ്ടത്? ആദ്യം 8000 എത്ര പെർസെൻറ്റേജ് ആണ്? 94 ഫസ്റ്റ് കോളം. ദെൻ രണ്ടാമതായിട്ട് 7800 എത്ര പെർസെൻറ്റേജ് ആണ്? 82. പിന്നെ 7500 അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 78 എന്ന് നമ്മൾ നോക്കണം. Then comes 8200 85. സോ ഇത്രയും കമ്പാരിസൺ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതൊക്കെ സ്റ്റേറ്റുകളാണ്? ഡൽഹിയുടെ ഫസ്റ്റ്, ദെൻ HP, UP ആൻഡ് പഞ്ചാബ്. ഇത്രയും സ്റ്റേറ്റുകളുടെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 8000ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 94. ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്ന ഏറ്റവും ഈസി മെത്തേഡിലേക്ക് പോവാം. ബിക്കോസ് 0 കൂടുതലാണ്, ഇവിടെ 0 കുറവാണ്. അപ്പോൾ സ്ഥാനങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ 1% എടുക്കുന്നു. ഓക്കെ, 1%. 8000ന്റെ 1% എന്ന് പറഞ്ഞാൽ 80 ആണ്. 80യേക്കാൾ കൂടുതലാണ്. ദെൻ രണ്ടാമതായിട്ട് 7800 1% 78 ആണ്, അതിനേക്കാളും കൂടുതലാണ്. ദെൻ 7500ന്റെ 1% 75 ആണ്, അതിലും കൂടുതലാണ്. ദെൻ 8200ന്റെ 1% എന്ന് പറയുമ്പോൾ 82 ആണ്. ഓക്കെ, ഇതുവരെ ചെയ്ത സ്റ്റെപ്സിൽ ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് എന്തെങ്കിലും? 10% എടുക്കാനൊന്നുമില്ല, ആകെ 94 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 1% എടുത്തു. ഓക്കെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ ഫിഗേഴ്സും 1% കൂടുതലാണ്, പക്ഷെ 1% ഒരുപാട് കൂടുതലല്ല. ഇനി ഒരു 1% ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആഡ് ചെയ്യുന്നതാണ്. അത്രയും നമുക്ക് ആഡ് ചെയ്യാനില്ല. അപ്പോൾ ചെയ്യാവുന്നത് 1%-നൊപ്പം നമ്മളൊരു 0.1% ആഡ് ചെയ്യാമോ? 0.1% മീൻസ് 8ന്റെ 0 പോകുന്നു, 80ൽ 8 ആണ് 0.1. അതേപോലെ ഓരോ പോയിന്റ് മാറ്റുക. 7.8, ഇവിടെ 7.5, ഓക്കെ, ഇവിടെ 8.2. ഫൈൻ. സോ 1.1 എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് നോക്കുക. 1.1 എന്ന് പറഞ്ഞാൽ ഇവിടെ 88 ആണ്, 94 ഉണ്ട്. അപ്പോൾ 1.1-നേക്കാൾ കൂടുതലാണ്, 1.1-നേക്കാൾ കൂടുതലാണ്. റൈറ്റ്. ദെൻ ഇവിടെ 78 plus 7.8, that will be 85.8, right? 85.8. അപ്പോൾ 1.1-നേക്കാളും കുറവാണ് 82. ഓക്കെ, 1.1-നേക്കാൾ കൂടുതലാണിത്. മൂന്നാമതായിട്ട് 75 plus 7.5 എന്ന് പറയുമ്പോൾ 780, that will be 82.5. അതും 82.5 ഉണ്ടോ ഇവിടെ? ഇല്ല, 82.5 ഇല്ല. അപ്പോൾ അതിനേക്കാളും കുറവാണ്. ദെൻ അടുത്തത് 82 plus 8.2 എന്ന് പറയുമ്പോൾ that will be 90.2. സോ അതിലും കുറവാണ്. സോ 1.1 എടുക്കാനില്ല എന്നുള്ളതാണ് ഫാക്ട്. 1.1 എടുക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഏതാ? ഹയസ്റ്റ് ആയിരുന്നെങ്കിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളമാണ്, ഹയസ്റ്റ് അല്ല ആൻസർ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലോവസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇവിടെ ഒന്നും കൺഫ്യൂസ്ഡ് ആവരുത്, ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്തേക്കാം. നമുക്ക് ഒരു ഐറ്റം പോയി, ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 3 എണ്ണത്തിനെ മാത്രമാണ്. ഓക്കെ, മനസ്സിലായോ? ഓർ മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഫൈൻ. ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 3 ഐറ്റംസ് മാത്രമാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരെണ്ണം പോയി, ഏതായാലും 1.1-നേക്കാൾ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലെറ്റ് മീ റേസ് ദിസ്. I can just strike it down, no issues.
മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണത്. ഇനി നമ്മളുടെ കയ്യിലുള്ള 3 കമ്പാരിസൺ ഇതാണ്. ഓക്കെ, 1% ഞാൻ മറിഞ്ഞു പോയതാണ്. 78, 75, then 82. ഇതാണ് നമ്മളുടെ 1%. ഓക്കെ, 1% കിട്ടി. ഇനി ഇതിൽ ഏതാണ് ഏറ്റവും ചെറുതെന്ന് അറിയണം. അതിനുവേണ്ടി ഏതായാലും 0.1 എടുക്കാനില്ല. ലെറ്റ്സ് ഗോ ഫോർ 0.05. പറ്റുമോ എടുക്കാൻ? നിങ്ങൾ തന്നെ പറയണം, പറ്റുമോ? 0.1 എത്രയായിരുന്നു? 7.8, 7.5, then 8.2. 0.05 എത്രയായിരിക്കും? പകുതിയാക്കുക, ലൈക്ക് 3.9, right? അല്ലേ? Then this one will be 3.75. This will be 4.1. Done. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട. 3.9, 3.75, then 4.1. ഓക്കെ, എന്താ ചെയ്തത്? 1%ന്റെ ഒപ്പം ഞാൻ ആ 0.1ന്റെ പകുതി എടുത്തു, 0.05 ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ മനസ്സിലായത്, see, this will be 81.9. 81.9നേക്കാൾ കൂടുതലാണ് 82. സോ 1.05നേക്കാൾ കൂടുതലാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഐറ്റം എടുക്കുന്നു. ദിസ് വിൽ ബി 78.75. 78.75. സോ 78.75നേക്കാൾ കുറവാണ് ഇത്. ഓക്കെ, മൂന്നാമത്തെ ഐറ്റം എടുക്കുന്നു. അതേ രീതിയിലുള്ള കാൽക്കുലേഷൻ തന്നെ ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 86.1 ആണ്. ഓക്കെ, സോ ഈ കണ്ടുപിടിക്കുന്ന ഫിഗർ ഏതാണ്? ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് 1.05% ആണ്. 1.05% എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ 81.9 ആണ്, രണ്ടാമത്തെ കേസിൽ 78.75 ആണ്, മൂന്നാമത്തെ കേസിൽ 86.1 ആണ്. ഓക്കെ, ഇതിലും ചെറുത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇത് വിട്ടുപോകരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്, ഹയസ്റ്റ് അല്ല. ഹയസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് 1.05നേക്കാൾ കൂടുതലുള്ളത് ഇതാണ്, ഇത് ഹയസ്റ്റ് ആണ്, പോയി. 1.05നേക്കാൾ കുറവുള്ളത് രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഏറ്റവും ഡിഫറൻസ് വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഏറ്റവും ഡിഫറൻസ് വന്നിരിക്കുന്നത് ഏതിനാ? പഞ്ചാബിനാണ്. സോ പഞ്ചാബ് ഈസ് യുവർ ആൻസർ. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേഷനിലേക്ക് പോവുക. ആ ഡയറക്റ്റ് കാൽക്കുലേഷൻ ടൈം നിങ്ങളുടെ ഒരുപാട് കളയും. അത്രയും ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ദി ക്ലാരിറ്റി, റൈറ്റ്? ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ഡൺ. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയൂ. Any doubts? ഇല്ല. Is it clear? Is it clear? Okay. So fourth question. The number of candidates selected from Haryana during the period under review is approximately what percentage of number of candidates selected from Delhi during this period? Number of candidates selected from Haryana. ഹരിയാനയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ടോട്ടൽ is what percentage of number of candidates selected from Delhi? ഡൽഹിയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ടോട്ടലിൽ എത്ര പെർസെന്റേജ് ആണ്? ഓക്കെ, ഡൽഹിയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എത്രയായിരുന്നു? 384, റൈറ്റ്? 384. പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? 150, 205,
265 എത്ര വരും? Is it 340? Okay. So നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 384ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 340? ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് മനസ്സിൽ വരണം കേട്ടോ. അതിനുവേണ്ടി അങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. 384ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 340 എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിവിടെ കുറച്ച് പെർസെൻറ്റേജുകൾ തന്നിട്ടുണ്ട് ആൻസറിന്റെ ഭാഗമായിട്ട്. 79.5, 81, 84.5, 88.5. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒന്നെങ്കിൽ നോർമൽ കാൽക്കുലേഷൻ 340 ഡിവൈഡ് ബൈ 384 ഇൻറ്റു 100. അതർവൈസ് നമ്മളുടെ കാൽക്കുലേഷൻ എങ്ങനെയാ? ഇതിൽ നിന്നും എത്രയിലേക്ക് എത്തേണ്ടത്? 80കളിലേക്കാണ് എത്തേണ്ടത്, 80s എത്തേണ്ടത്. 80s എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% കണ്ടുപിടിക്കാൻ പറ്റൂ? ഡിഫിക്കൽട്ട് ആണോ? വേണ്ട, കാൽക്കുലേറ്റ് ചെയ്യണ്ട. 10% കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 38.4. ഒരു 10% കാൽക്കുലേറ്റ് ചെയ്യാമോ? ഓക്കെ, ദാറ്റ് മീൻസ് 38.4. ഒരു തവണ കൂടി ഇവിടെ എഴുതട്ടെ കേട്ടോ. 100% എന്ന് പറയുന്നത് 384 ആണ്. അതിന്റെ 10% will be 38.4. ഡിഡക്ട് ചെയ്യാൻ പറ്റുമല്ലോ. That will be 6, 13, is it 345.6 ആണോ? ഡിഡക്ട് ചെയ്യുമ്പോൾ that will be 90%. 90% എന്ന് പറയുന്നത് 345.6 ആണ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 340 എത്ര പെർസെൻറ്റേജ് ആണെന്നാണ്. അപ്പൊ 90% തൊട്ട് താഴെയാണ് വരുന്നത്. 90% തൊട്ട് താഴെ വരുന്ന രണ്ട് ഫിഗേഴ്സ് ഉണ്ടോ? 90% തൊട്ട് താഴെ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. വി ഗോട്ട് ദി ആൻസർ. എന്നാലും ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ഇതിനെ തമ്മിൽ. അതായത് 84.5 ആണോ 88.5 ആണോ എന്ന് അറിയണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് 88 ആകണമെങ്കിൽ 5% ഡിഡക്ട് ചെയ്യണം. ഓർ ഈവൻ 1% ഡിഡക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1% എന്ന് പറയുന്നത് 3.84 ആണ്. 3.84 കുറച്ച് കഴിഞ്ഞാൽ 341 ആയില്ലേ? 341 പോയിന്റ് സംതിങ് ആയി. സോ 341 പോയിന്റ് സംതിങ് എന്ന് പറയുന്നത് 89% ആണ്. ദാറ്റ് മീൻസ് 89% തൊട്ട് താഴെയാണ് നമ്മളുടെ ആൻസർ. ആൻസർ ഈസ് 88.5. ക്ലിയർ? Okay. Next question and the last question. The percentage of candidates selected from UP over those qualified from UP is highest in the year. Percentage of candidates selected from UP over qualified. Selected qualified തമ്മിൽ കമ്പയർ ചെയ്യാം. Selected qualified. ഇവിടെ ഏതൊക്കെ വർഷങ്ങളുണ്ട്? 97, 98, 99, 97, 98, 99, 2001. ഇത് തമ്മിലുള്ള പെർസെൻറ്റേജിൽ ഹയസ്റ്റ് വൺ ഏതാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സെയിം മെത്തേഡ് 720, 78 ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ 620, 85, 400, 48, 2000 ഇല്ല അല്ലേ? സോറി, 2000 അല്ലോ, കറക്റ്റ്. ആൻഡ് ഫൈനലി 950 എത്ര പെർസെൻറ്റേജ് ആണ്? 80. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ്. I want you to do. ഓക്കെ, ഡയറക്റ്റ്ലി ചെയ്യാം. 10% എത്രയാ? 72 ആണ്. ഇവിടെ 62 ആണ്.
ഇവിടെ 40 ആണ്. This will be 95. So this is ഈ സിറ്റുവേഷനിൽ 95നേക്കാൾ കുറവാണ്. സോ വി ക്യാൻ അവോയ്ഡ് ദിസ്. ഹയസ്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഹയസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് 95 10%നേക്കാളും കുറവാണെന്ന് മനസ്സിലായി, അത് പോയി. ഇനി ബാക്കിയുള്ളതിൽ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു 1% കൂടി ആഡ് ചെയ്ത് നോക്കാം. റൈറ്റ് ആൻസർ 98. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഡിഫറൻസസ്. എന്നാലും ചെയ്യുന്നു. 1% കൂടി ആഡ് ചെയ്ത് നോക്കും. 1% ആഡ് ചെയ്യുമ്പോൾ 7.2 ആണ് വരുന്നത്. ഇവിടെ വരുന്നത് 6.2 ആണ്. ഇവിടെ വരുന്നത് 4 ആണ്. സോ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ 79.2 ആയി. സോ 11%നേക്കാൾ കുറവാണ്, പോയി. ഇവിടെ വരുന്നത് 68.2, ഇവിടെ 44. ഓക്കെ. ഇനി ഒരു 1% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 48 ആയി. ഇവിടെ സംഭവിക്കുന്നത് 6.2 മാത്രമേ ആവുന്നുള്ളൂ. ദാറ്റ് വിൽ ബി 74.4. അതായത് 12% എന്ന് പറയുന്നത് 74.4 ആണ്. അതിനേക്കാൾ കൂടുതലാണ്, 12%നും കൂടുതലാണ് 85. പക്ഷെ ഇവിടെ 12% തന്നെയാണ് 48. ഓക്കെ. സോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 620 ഏത് വർഷമാണ്? 1998-ലാണ്. So that's your answer. Okay. എല്ലാവർക്കും ഓക്കെ ആയോ? ഓക്കെ. സോ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഏരിയ ക്ലിയർ ആവൂ. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് നാളെ കാണുമ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് സെഷൻ തൊട്ട് മറ്റൊരു ലെക്ചറുമായിട്ട് വരാം. ഓക്കെ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണുള്ളത്. 2 ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യനും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ?